നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം ഫെബ്രുവരിയിൽ പെൻഷൻ ലഭിച്ച ആളുകളും അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്ത ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഉണ്ടോ, ആ അറിയിപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളും പഴയ വീഡിയോസുകൾ കണ്ട് പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ 2025 ജനുവരി മുതൽ എല്ലാ മാസവും ഇപ്പോൾ തുടർച്ചയായി പെൻഷൻ ലഭിക്കുന്നുണ്ട്. ജനുവരി മാസത്തിൽ 2 മാസത്തെ പെൻഷൻ ലഭിച്ചിരുന്നു. 1 മാസത്തെ കുടിശ്ശികയും ജനുവരിയിലെ പെൻഷൻ ലഭിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലും പെൻഷൻ ലഭിച്ചു. എന്നാൽ പല ആളുകൾക്കും ഇപ്പോഴും പെൻഷൻ ലഭിക്കുന്നില്ല. പെൻഷൻ കറക്റ്റായും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പെൻഷൻ ലഭിക്കാത്തത്. അത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ എന്ന് കറക്റ്റായി മനസ്സിലാക്കുക. അതിന് ഏറ്റവും സൗകര്യമുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നും പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും. പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസും, പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിൽ എത്തിയ കാര്യങ്ങളും ഡേറ്റും എല്ലാം അതിൽ വരുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുടെ പെൻഷൻ തടഞ്ഞു വെച്ചത് കാര്യം അതിൽ പറയുന്നുണ്ട്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് തടഞ്ഞു വെച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങൾ കണ്ടെത്തി അതിനുള്ള മറുകാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനുവരി ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും മാർച്ച് മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നില്ല. പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുടെയും പേരിൽ ഒരു ഓഡിറ്റ് നടക്കുകയാണ്. പെൻഷൻ കൈപ്പറ്റാൻ അവർ അർഹതയാണോ അതോ അവർ അനർഹമായിട്ടാണോ കൈപ്പറ്റുന്നത് സർക്കാരിൻ്റെ ഓരോ ആളുകളുടെയും അന്വേഷണം നടത്തി അതിൻ്റെ അപ്രൂവലിന് ശേഷം മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് സ്വന്തമായി 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, 4 ചക്ര വാഹനമുള്ള ആളുകൾ, ആധുനിക സൗകര്യങ്ങളായ AC മറ്റ് സംഭവങ്ങളുള്ള വീടുകളുള്ളവർ, ഇങ്ങനെയുള്ള പല ആളുകൾക്കും പെൻഷന് അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇങ്ങനെ അന്വേഷണത്തിൽ കണ്ടെത്തി അവരെ പെൻഷൻ നിന്ന് ഒഴിവാക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സർക്കാരിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള പല ആളുകളും ഇപ്പോഴും പെൻഷൻ കൈപ്പറ്റുന്നതുണ്ടെന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർ പെൻഷൻ ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ അവർ ഇത്രയും കാലം വാങ്ങിയ പെൻഷൻ കൂടി തിരിച്ചടക്കാനുള്ള നടപടികൾ കൂടി സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മുമ്പ് സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്ത് അതിൻ്റെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, പെൻഷൻ കൈപ്പറ്റുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാക്കുക. അല്ലാത്ത പക്ഷം അവർ വലിയ രൂപത്തിലുള്ള ഫൈനും മറ്റു കാര്യങ്ങളും തിരിച്ചടക്കേണ്ടി വരും. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. പെൻഷൻ മസ്റ്ററിംഗ് പോലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും കറക്റ്റായി അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.